നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണക്കാലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് റേഷൻ കടകളുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണം എന്തെന്ന് നോക്കാം. കഴിഞ്ഞ ഓണത്തിന് 10 രൂപ 90 പൈസയ്ക്ക് ലഭിച്ചിരുന്ന റേഷൻ അരി ഇത്തവണ 26 രൂപയായി വർദ്ധിപ്പിച്ചു എന്നുള്ളത്. ഇങ്ങനെ ഒരു വാർത്തയും പ്രചരണവും പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ പ്രചരണം ശരിയല്ലെന്ന് ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ റേഷൻ കാർഡിനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ അരിയുടെ വിഹിതം കുറച്ചിട്ടില്ല, അതിൻ്റെ വിലയും കൂട്ടിയിട്ടുമില്ല. അതേസമയം ചില വിഭാഗത്തിലെ കാർഡുടമകൾക്ക് അധികമായി അരി വാങ്ങാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. ഈ അധിക അരിയാണ് കിലോഗ്രാമിന് 26 രൂപ നിരക്കിൽ ലഭ്യമാക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് 26 രൂപയ്ക്ക് അരി നൽകുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. എന്താണ് OMSS അരി? അതുപോലെ മഞ്ഞ കാർഡുകാർക്ക് എത്ര അരിയാണ് ലഭിക്കുന്നത്? പിങ്ക് കാർഡുകാർക്ക് എന്താണ് മാറ്റം? നീല, വെള്ള, തവിട്ട് കാർഡുകാർക്ക് എത്ര കിലോ അരി ലഭിക്കും? കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്തെ വിഹിതവുമായി ഇത്തവണ വിഹിതം തമ്മിലുള്ള എന്താണ് വ്യത്യാസം? ഇതെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. 10 രൂപ 90 പൈസയ്ക്ക് ലഭിച്ചിരുന്ന സാധാരണ റേഷൻ അരിയുടെ വില 26 രൂപയാക്കി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ല. ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണ പ്രകാരം ഓരോ കാർഡിനുമുള്ള സാധാരണ റേഷൻ അരിയുടെ വിഹിതത്തിൽ കുറവുണ്ടാക്കിയിട്ടില്ല. അതായത് സാധാരണയായി ലഭിക്കുന്ന റേഷൻ വിഹിതം അതിൻ്റെ നിലവിലുള്ള നിരക്കിൽ തന്നെ ലഭിക്കും. പക്ഷേ ഓണക്കാലത്ത് കൂടുതൽ അരി ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് അധികമായി അരി ലഭ്യമാക്കുന്നതിനാണ് മറ്റൊരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനായി OMSS വഴി ഉയർന്ന വിലയ്ക്ക് കിലോഗ്രാമിന് 23 രൂപ 20 പൈസ രൂപ നിരക്കിൽ അരി വാങ്ങിയിട്ടുണ്ട്. ഈ അരിയാണ് ഉപഭോക്താക്കൾക്ക് ചില വിഭാഗങ്ങളിൽ 26 രൂപ അധികമായി ലഭ്യമാക്കുന്നത്. അതിനാൽ 10 രൂപ 90 പൈസയുടെ അരി 26 രൂപയാക്കി മാറ്റിയതല്ല, പകരം നിലവിലുള്ള സാധാരണ വിഹിതത്തിന് പുറമെ അധിക അരി ലഭ്യമാക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമാണ് 26 രൂപയുടെ OMSS അരി. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓണക്കാലത്ത് അരിവില നിയന്ത്രിക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്താണെന്ന് നോക്കാം. ഓണക്കാലത്ത് സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാതിരിക്കാനും അതുപോലെ പൊതുവിതരണ ശൃംഖലയുടെ ആവശ്യങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കാനും ഭക്ഷ്യവകുപ്പ് വിവിധ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ മാത്രം പൊതുവിതരണ ശൃംഖലയുടെ വിതരണത്തിനായി എത്തിച്ചിരിക്കുന്നത് 1,65,932 മെട്രിക് ടൺ അരിയാണ്. കൂടാതെ 24,506 മെട്രിക് ടൺ ഗോതമ്പും. ഓണക്കാലത്ത് ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിനും വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. സ്റ്റോക്ക് പരിമിതമായ സാഹചര്യത്തിലും ഓണക്കാലത്ത് കുടുംബങ്ങൾക്ക് ആവശ്യമാകുന്ന തരത്തിൽ അധിക അരി ലഭ്യമാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചതെന്നും ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, മഞ്ഞക്കാർഡ്, പിങ്ക് കാർഡ്, നീലക്കാർഡ്, വെള്ളക്കാർഡ്, തവിട്ട് കാർഡ് ഓരോ വിഭാഗത്തിനും കഴിഞ്ഞ ഓണത്തിന് എന്താണ് ലഭിച്ചത്, ഇത്തവണ എത്രയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം, വില, എത്ര കിലോ, എല്ലാം ഓരോന്നായി നമുക്ക് നോക്കാം. ആദ്യം മഞ്ഞ റേഷൻ കാർഡ്. മഞ്ഞ റേഷൻ കാർഡ് എന്നത് A വിഭാഗത്തിലുള്ള കാർഡുകളാണ്. കഴിഞ്ഞ ഓണത്തിന് മഞ്ഞ കാർഡുകാർക്ക് ലഭിച്ചിരുന്നത് 30 കിലോ അരിയായിരുന്നു. കൂടാതെ 5 കിലോ വരെ ഗോതമ്പിന് പകരം ആവശ്യപ്പെട്ടാൽ 3 കിലോ വരെ ആട്ട കിലോഗ്രാമിന് 7 രൂപ നിരക്കിലും ലഭിച്ചിരുന്നു. ഇതിന് പുറമെ അതായത് കുടുംബത്തിന് സൗജന്യ ഓണക്കിറ്റും ലഭിച്ചിരുന്നു. ഇനി ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം. ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണ പ്രകാരം കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്ന ഈ അടിസ്ഥാനത്തിന്റെ വിഹിതത്തിൽ കുറവ് വരുത്തിയിട്ടില്ല. അതായത് മഞ്ഞ കാർഡുകാർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, മഞ്ഞ കാർഡിന്റെ സാധാരണ റേഷൻ വിഹിതം കുറച്ചിട്ടില്ല. അതിനാൽ 10 രൂപ 90 പൈസയുടെ അരി 26 രൂപയായി മാറ്റിയെന്ന പ്രചരണം മഞ്ഞ കാർഡിന്റെ സാധാരണ വിഹിതവുമായി ബന്ധപ്പെടുത്തി കാണേണ്ടതില്ല. ഇനി പിങ്ക് റേഷൻ കാർഡ്. ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്ന വിഭാഗത്തിലൊന്നായ പിങ്ക് കാർഡിലേക്ക് നമുക്ക് വരാം. പിങ്ക് എന്ന് പറയുന്നത് PHH വിഭാഗമാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് പിങ്ക് കാർഡിൽ ഒരു അംഗത്തിന് 4 കിലോ അരി കൂടാതെ 1 കിലോ ഗോതമ്പ് ലഭിച്ചിരുന്നു. ഗോതമ്പിന് പകരം 4 കിലോ വരെ ആട്ട കിലോഗ്രാമിന് 9 രൂപ നിരക്കിൽ ലഭിച്ചിരുന്നു. ഇതിനു പുറമെ ഒരു കുടുംബത്തിന് 5 കിലോ സ്പെഷ്യൽ അരിയും നൽകിയിരുന്നു. ഇവിടെയാണ് ഇത്തവണ വ്യത്യാസം വന്നിരിക്കുന്നത്. ഇത്തവണയും ഒരു അംഗത്തിന് 4 കിലോ അരി കൂടാതെ 1 കിലോ ഗോതമ്പ് ലഭിക്കുന്നു. ഗോതമ്പിന് പകരം 4 കിലോ വരെ ആട്ട 9 രൂപ നിരക്കിലും
ലഭിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം 5 കിലോ സ്പെഷ്യൽ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിച്ചിരുന്നല്ലോ. ഇത്തവണ ആ 5 കിലോ അതേ രീതിയിൽ നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായതായി ഭക്ഷ്യവകുപ്പ് വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വച്ചാൽ പ്രതിമാസ റൈഡ് ഓവർ അരി അലോക്കേഷനിൽ വന്ന കുറവാണ് കാരണം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഗൈഡ് ഓവർ വിഹിതത്തിൽ നിന്ന് കണ്ടെത്തി 10 രൂപ 90 പൈസ നിരക്കിൽ നൽകിയിരുന്ന 5 കിലോ സ്പെഷ്യൽ അരി ഇത്തവണ അതേ രീതിയിൽ നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതായി വകുപ്പ് പറയുന്നു. എന്നാൽ ഇതിന് പകരമായി ഒരു പുതിയ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 3 കിലോ OMSS അരി കിലോഗ്രാമിന് 26 രൂപ നിരക്കിൽ ലഭ്യമാക്കാനാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിങ്ക് കാർഡുകാർ ശ്രദ്ധിക്കേണ്ടത് സാധാരണ 4 കിലോ അരി പ്ലസ് 1 കിലോ ഗോതമ്പ് എന്ന വിഹിതം കുറച്ചിട്ടില്ല. പകരം കഴിഞ്ഞ വർഷത്തെ 5 കിലോ സ്പെഷ്യൽ അരിക്ക് പകരമായി വ്യത്യസ്ത രീതിയിൽ അധിക അരി ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത്. നീല റേഷൻ കാർഡ് എന്നതിന്റെ കാര്യം നോക്കാം. നീല റേഷൻ കാർഡ് കഴിഞ്ഞ ഓണത്തിന് നീല റേഷൻ കാർഡുകാർക്ക് ഒരാൾക്ക് 2 കിലോ അരി ഗ്രാമിന് 4 രൂപ നിരക്കിൽ ലഭിച്ചിരുന്നു. ഇതിനു പുറമെ ഒരു കുടുംബത്തിന് 10 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിച്ചിരുന്നു. ഇത്തവണ എന്താണ് ഓണക്കാലത്ത് ഒരാൾക്ക് 2 കിലോ അരി കിലോഗ്രാമിന് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ 4 കിലോ ആട്ട കിലോഗ്രാമിന് 17 രൂപ നിരക്കിൽ ലഭിക്കും. അതുപോലെ ഇതിന് പുറമെ സ്പെഷ്യൽ വിഹിതമായ ഒരു കുടുംബത്തിന് 3 കിലോ അരി കിലോഗ്രാമിന് 10 രൂപ 90 നിരക്കിൽ ലഭിക്കും. കൂടാതെ 2 കിലോ ഗോതമ്പ് കിലോഗ്രാമിന് 8 രൂപ 70 പൈസ നിരക്കിലും ലഭിക്കും. ഇവിടെ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതോടൊപ്പം ഒരു കുടുംബത്തിന് 10 കിലോ OMSS അരി കിലോഗ്രാമിന് 26 രൂപ നിരക്കിലും ലഭ്യമാക്കുന്നു. അപ്പോൾ നീലക്കാർഡുകാർക്ക് ഏകദേശം 26 രൂപയുടെ അരി എന്തിനാണെന്നുള്ള ചോദ്യമുണ്ട്. അത് അവരുടെ സാധാരണ 4 രൂപയുടെ അരിക്ക് പകരമുള്ളതല്ല. 10 രൂപ 90 പൈസ നിരക്കിലുള്ള പ്രത്യേക വിഹിതത്തിന് പകരം നിർബന്ധമായും 26 രൂപ നൽകണം എന്നുമല്ല. അധികമായി ലഭ്യമാക്കുന്ന OMSS അരിയാണ് 26 രൂപ നിരക്കിലുള്ളത്. ഇനി വെള്ള റേഷൻ കാർഡുകാർ. കഴിഞ്ഞ ഓണത്തിന് വെള്ള കാർഡുകാർക്ക് സ്പെഷ്യൽ വിഹിതം ഉൾപ്പെടെ 15 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിച്ചിരുന്നു. ഇത്തവണ 7 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നു. കൂടാതെ 4 കിലോ വരെ ആട്ട കിലോഗ്രാമിന് 17 രൂപ നിരക്കിൽ ലഭിക്കും. സ്പെഷ്യൽ വിഹിതമായി 2 കിലോ ഗോതമ്പ് കിലോഗ്രാമിന് 8 രൂപ 70 പൈസ നിരക്കിൽ ലഭിക്കും. ഇതിനു പുറമെ ഒരു കുടുംബത്തിന് 10 കിലോ OMSS അരി കിലോഗ്രാമിന് 26 രൂപ നിരക്കിൽ ലഭ്യമാക്കുന്നുണ്ട്. അതിനാൽ വെള്ള കാർഡുകാർക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. 10 രൂപ 90 പൈസയുടെ അരിയുടെ വില 26 രൂപ ആക്കിയിട്ടില്ല. 7 കിലോ അരി 10 രൂപ 90 പൈസയ്ക്ക് ലഭിക്കുന്നതോടൊപ്പം അധികമായി OMSS അരി വാങ്ങാനുള്ള അവസരമാണ് 26 രൂപ നിരക്കിൽ നൽകുന്നത്. തവിട്ട് കാർഡുകാർക്ക് ക്ഷേമ വിഭാഗമാണ്. ഈ തവിട്ട് കാർഡുകാർക്ക് കഴിഞ്ഞ ഓണത്തിന് 2 കിലോ അരി കിലോഗ്രാമിന് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിച്ചിരുന്നു. ഇത്തവണയും അതേപോലെ തന്നെയാണ് ലഭിക്കുന്നത്. അതായത് ഈ കാര്യത്തിൽ വില വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിനു പുറമെ 2 കിലോ ഗോതമ്പ് കിലോഗ്രാമിന് 8 രൂപ 70 പൈസ നിരക്കിൽ, കൂടാതെ 1 കിലോ ആട്ട കിലോഗ്രാമിന് 17 രൂപ നിരക്കിലും ലഭിക്കും. അതോടൊപ്പം ഒരു കാർഡിന് 10 കിലോ OMSS അരി കിലോഗ്രാമിന് 26 രൂപ നിരക്കിൽ ലഭ്യമാക്കുന്നുണ്ട്. വീണ്ടും പറയാം, 2 കിലോ സാധാരണ അരിയുടെ വില 10 രൂപ 90 പൈസയിൽ നിന്ന് 26 രൂപ ആക്കിയിട്ടില്ല. അതിനു പുറമെ അധികമായി നൽകുന്ന OMSS അരിയാണ് 26 രൂപയ്ക്ക് ലഭിക്കുന്നത്. നമുക്കിനി ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങളൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. മഞ്ഞക്കാർഡുകാർ കഴിഞ്ഞ ഓണത്തിന് അടിസ്ഥാന റേഷൻ വിഹിതത്തിൽ കുറവില്ല, 30 കിലോ അരി, അതുപോലെ 5 കിലോ വരെ ഗോതമ്പ് അല്ലെങ്കിൽ 3 കിലോ വരെ ആട്ട തുടങ്ങിയ ആനുകൂല്യങ്ങൾ. പിങ്ക് കാർഡുകാർക്ക് 4 കിലോ അരി 1 കിലോ ഗോതമ്പ് എന്ന അടിസ്ഥാനത്തിൽ വിഹിതങ്ങൾ തുടരുന്നു. കഴിഞ്ഞ വർഷത്തെ 5 കിലോ സ്പെഷ്യൽ അരിക്ക് പകരം 3 കിലോ OMSS അരി 26 രൂപയ്ക്ക് ലഭ്യമാക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നീല കാർഡുകാർക്ക് 2 കിലോ അരി ഒരാൾക്ക് 4 രൂപ നിരക്കിൽ, അതുപോലെ 3 കിലോ സ്പെഷ്യൽ അരി കുടുംബത്തിന് 10 രൂപ 90 പൈസ നിരക്കിൽ, 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിൽ, കൂടാതെ 10 കിലോ OMSS അരി 26 രൂപ നിരക്കിൽ. വെള്ളക്കാർഡുകാർക്ക് 7 കിലോ അരി 10 രൂപ 90 പൈസയ്ക്ക്, അതുപോലെ 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസയ്ക്ക്, കൂടാതെ 10 കിലോ OMSS അരി 26 രൂപയ്ക്ക്. തവിട്ട് കാർഡുകാർക്കാണെങ്കിലോ 2 കിലോ അരി 10 രൂപ 90 പൈസയ്ക്കും, 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസയ്ക്കും, 1 കിലോ ആട്ട 17 രൂപയ്ക്കും, കൂടാതെ 10 കിലോ OMSS അരി 26 രൂപയ്ക്കും. ഇനി എന്താണ് OMSS അരി? ഇത് പലർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്. OMSS അരി എന്ന് പറയുന്നത് പൊതുവിപണിയിൽ സർക്കാർ ഇടപെടലിനായി ഉപയോഗിക്കുന്ന അരി വിൽപ്പന സംബന്ധിച്ച ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. സാധാരണ റേഷൻ വിഹിതവുമായി
ലഭിക്കുന്ന അരിയല്ല ഇത്. ഓണക്കാലത്ത് കൂടുതൽ അരി ആവശ്യമുള്ള ഉപഭോക്താക്കൾക്ക് അധികമായി അരി ലഭ്യമാക്കുന്ന സംവിധാനത്തിലാണ് ഈ അരി ഉപയോഗിക്കുന്നത്. ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം അനുസരിച്ച് ഈ അരി സർക്കാർ 23 രൂപ 20 പൈസ നിരക്കിലാണ് വാങ്ങിയത്. ഉപഭോക്താക്കൾക്ക് 26 രൂപ നിരക്കിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 26 രൂപ എന്ന നിരക്ക് കണ്ടിട്ട് റേഷൻ അരിയുടെ വില 26 രൂപയാക്കിയെന്ന് പറയരുത്. എന്തുകൊണ്ടാണ് ഈ അധിക അരി കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിലെ പ്രധാന കാരണം ഓണക്കാലത്തെ അധിക ആവശ്യകതയാണ്. ഓണം അടുത്തെത്തുമ്പോൾ വീടുകളിൽ അരിയുടെ ഉപയോഗം കൂടും. സദ്യ, ഓണവിരുന്ന്, കുടുംബ സംഗമങ്ങൾ, മറ്റ് ആവശ്യങ്ങൾ എന്നിവ കാരണം സാധാരണ ദിവസങ്ങളേക്കാൾ കൂടുതൽ അരി ആവശ്യമായി വരും. ഇത്തരമൊരു സാഹചര്യത്തിൽ വിപണി വില വർദ്ധിക്കുന്നത് സാധാരണക്കാരെ ബാധിക്കുന്നതും റേഷൻ സംവിധാനത്തിലൂടെ കൂടുതൽ അരി ലഭ്യമാക്കുന്നതിനുമാണ് ഈ അധിക OMSS അരി കൊണ്ടുവന്നിരിക്കുന്നത്. ഭക്ഷ്യവകുപ്പ് പറയുന്നത് പരിമിതമായ സ്റ്റോക്കിനിടയിലും ഓണക്കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമായി അധിക അരി ലഭ്യമാക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാമാണ് കാര്യങ്ങൾ. ഇപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഹൈപ്പ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.